students, today we will continue the chapter survey. Today we discuss chain survey. Chain survey. Chain survey. Chain surveying is the process of determining the area of any plot where distance is measured with the help of chain or tape. Chain or tape. ഒരു ലാൻഡിന്റെ ഏരിയ കാണാൻ, ഒരു പ്ലോട്ടിന്റെ ഏരിയ കാണാൻ നമ്മൾ അതിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ചെയിനോ ടേപ്പോ ഉപയോഗിക്കുന്ന സർവേക്കാണ് ചെയിൻ സർവേ എന്ന് പറയുന്നത്. എ ബേസ് ലൈൻ വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് ലൈൻ. ഒരു ബേസ് ലൈൻ ഉണ്ടാവും. നമ്മളൊരു പ്ലോട്ട് വരയ്ക്കുകയാണ്. പ്ലോട്ട് ഇതാണോ നമ്മുടെ പ്ലോട്ട്. ഈ പ്ലോട്ട് നമുക്ക് സർവേ ചെയ്യണം. എ ബേസ് ലൈൻ വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് ലൈൻ കണക്ടിങ് ദ പ്ലോട്ട് ബൗണ്ടറീസ് ഈസ് സെലക്ടഡ് ആൻഡ് ചെയിൻ ഈസ് സ്ട്രക്ചർഡ് അലോങ് ദ ബേസ് ലൈൻ. നമ്മളെ പ്ലോട്ട് ഇതാണ്, ഇതിന്റെ ബൗണ്ടറി ആണ് വരച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയിൻ ഇവിടെയാണ് ചെയിൻ ഇടുന്നത്. ഇവിടെ ചെയിൻ വലിച്ച് ഇടുന്നു. ഈ എൻഡിൽ നിന്നും എൻഡിലേക്ക് ചെയിൻ വലിച്ചിടുന്നു, സ്ട്രക്ചർ ചെയ്യുന്നു. ഇതിന്റെ മെയിൻ സ്റ്റേഷൻസ് പറയും. ഈ എൻഡും ഈ എൻഡും ഇതിന്റെ മെയിൻ സ്റ്റേഷൻസ് ആണ്. നമ്മൾ സർവേ ചെയ്തതിന്റെ മെയിൻ സ്റ്റേഷൻസ് ആണ് ഇത്. ഇതിലൂടെയാണ് നമ്മൾ ചെയിൻ വലിച്ചെടുക്കുന്നത്. അതിനെ സർവേ ലൈൻ എന്ന് പറയും. സർവേ ലൈന് നമ്മുടെ മെയിൻ സർവേ ലൈന് ഇതാണ്. അപ്പൊ ഇവിടെ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മളിവിടെ ചെയിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തു. നമ്മുടെ ബേസ് ലൈനിൽ കൂടെ അല്ലെങ്കിൽ മെയിൻ ലൈനിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ചെയിൻ സ്ട്രെച്ച് ചെയ്തു. ഇനി ഇതിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് എടുക്കും. ഈ ഇതിൽ നമ്മള് ചെറിയ ചെറിയ സ്റ്റേഷൻസ് വേറെ കണ്ടുപിടിക്കും. വേറെ സ്റ്റേഷനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഒരു സ്റ്റേഷനായിട്ട് എടുക്കുന്നു. അവിടെ നമ്മള് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് എടുക്കും. പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് 90 ഡിഗ്രി ചെയിന് സ്ട്രെച്ച് നിൽക്കുന്ന ചെയിൻ 90 ഡിഗ്രി ആയിട്ട് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എടുക്കും. അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മള് നമ്മുടെ ക്രോസ് സ്റ്റഫ് എല്ലാം സ്റ്റഫ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇതിന്റെ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റുകൾ എടുക്കുക. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്. Perpendicular offsets are bisected using cross stuff from the baseline, thus dividing the plot into triangles and trapeziums. അങ്ങനെ നമ്മുടെ ക്രോസ് സ്റ്റഫ് ഉപയോഗിച്ചിട്ട് ഇതിനെ നമ്മള് നമ്മൾ എന്ത് ചെയ്യും? കുറെ ട്രയാങ്കിൾസോ കുറെ ട്രപ്പീസിയമോ ആക്കിയിട്ട് മാറ്റും. കുറെ ട്രയാങ്കിൾസ് ആയിട്ടും കുറെ ട്രപ്പീസിയമായിട്ടും ഇതിലെ കുറെ ബൈസെക്ട്സ് എടുക്കുന്നു. പല ബൈസെക്ട്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറെ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ട്രപ്പീസിയത്തിന്റെ ആകൃതി വരുന്നെങ്കിൽ ട്രപ്പീസിയം നമ്മൾ ഓക്കെ. Knowing the base and offset distance, the area is calculated. ഇതിന്റെ ഈ ലെങ്തും ഈ ഡിസ്റ്റൻസും കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. നമ്മളൊരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ആവശ്യമായ അളവുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അങ്ങനെ എല്ലാത്തിന്റെയും ഏരിയ മൊത്തം ഇതിലെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ ട്രപ്പീസിയമാക്കും അല്ലെങ്കിൽ ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റിയിട്ട് അതിന്റെ ഓരോന്നിന്റെ ഏരിയ കണ്ട് ആ ടോട്ടൽ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഈ ലാൻഡിന്റെ ഏരിയ, പ്ലോട്ടിന്റെ ഏരിയ കിട്ടും. ഇതിവിടെ ചെയിൻ ആണ് നമ്മുടെ ലെങ്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. അപ്പൊ ഇതിനു വേണ്ടി ധാരാളം ചെയിനുകളുണ്ട്. നിങ്ങളുടെ ബുക്കില് പേജ് നമ്പർ 54 ചെയിൻ കാണാം. ആ ചെയിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ചെയിനുകൾ, ടൈപ്സ് ഓഫ് ചെയിൻസ്.
ഫസ്റ്റ് വൺ ഈസ് മെട്രിക് ചെയിൻ. ഫസ്റ്റ് വൺ ഈസ് മെട്രിക് ചെയിൻ. മെട്രിക് ചെയിൻ ഇതില് 20 സെന്റിമീറ്റർ ലോങ് ലിങ്ക്സ് ആണ് ഉപയോഗിക്കുന്നത്. 20 സെന്റിമീറ്റർ ഉള്ള ലോങ് ലിങ്ക്സ് ആണ്. അങ്ങനെ ലോങ് ലിങ്ക്സ് 20 മീറ്റർ ലെങ്ത് ഉള്ള ചെയിൻ, 20 മീറ്റർ ലെങ്ത് ഉള്ള ചെയിന് 100 ലിങ്ക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ 30 മീറ്റർ ലെങ്ത് ഉള്ള ചെയിന് 150 ലിങ്ക്സ് ഉണ്ടാവും. അപ്പൊ ഈ ലിങ്ക്സ് എല്ലാം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയിൻ മനസ്സിലാക്കണം. ചെയിനില് നിങ്ങളുടെ ബുക്കിൽ കാണാം, ചെയിൻ അതിൽ ലിങ്ക് അതിൽ കാണിച്ചിട്ടുണ്ട്. സ്മോൾ ലിങ്ക്സ്, ലാർജ് ലിങ്ക്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോ ആ ലിങ്കുകൾ മനസ്സിലാക്കുക. ആ ലിങ്കുകളുടെ എണ്ണം വെച്ചിട്ടാണ് അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോ അതിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ അതിൽ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാം. ആ ചിത്രം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ശേഷം നമ്മൾ ഓരോ ചെയിനെ കുറിച്ചും പഠിക്കാം. ആ മെട്രിക് ചെയിനിൽ 20 സെന്റിമീറ്റർ ലോങ് ലിങ്ക്സ് ഉപയോഗിച്ചിട്ടുള്ള അങ്ങനെയുള്ള 100 ലിങ്ക്സ് ഉണ്ടാവും. അങ്ങനെയുള്ള 100 ലിങ്ക്സ് ഉള്ള ചെയിന് 20 മീറ്റർ ലെങ്ത് ഉണ്ടാവും. 20 മീറ്റർ ലെങ്ത്. ഇനി 30 മീറ്റർ ലെങ്ത് ഉള്ള ചെയിൻ ആണെങ്കിൽ അവിടെ 150 ലിങ്ക്സ് ഉണ്ടാവും. 30 മീറ്റർ ലെങ്ത് ഉള്ള ചെയിൻ ആണെങ്കിൽ അതിൽ 150 ലിങ്ക്സ് ഉണ്ടാവും. അപ്പൊ ഓരോ ലിങ്ക്സിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ ആണ് ഓരോ ലിങ്ക്സിന്റെയും ലെങ്ത് എന്ന് പറയുന്നത്. അതാണ് മെട്രിക് ചെയിൻ. നെക്സ്റ്റ് സ്റ്റീൽ ബാൻഡ് ചെയിൻ. സ്റ്റീൽ ബാൻഡ് ചെയിൻ. സ്റ്റീൽ ബാൻഡ് ചെയിൻ. A steel ribbon with well jointed handle, 0.3 mm to 0.6 mm thickness, 12 to 16 mm width and 20 meter to 30 meter length. ഇതാണ് സ്റ്റീൽ ബാൻഡ് ചെയിന്റെ അതിന്റെ സ്പെസിഫിക്കേഷൻസ്. അതില് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്, ചെയിൻ തിക്നെസ് എന്ന് പറയുന്നത് 0.3 mm to 0.6 mm ആണ്. 0.3 mm to 0.6 mm തിക്നെസ്. അതുപോലെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റർ മുതൽ 30 മീറ്റർ വരെ. 20 മീറ്റർ ഓർ 30 മീറ്റർ. ഈ നേരത്തെ പറഞ്ഞപ്പോൾ മെട്രിക് ചെയിൻ പോലെ തന്നെ 20 മീറ്ററിന്റെയും 30 മീറ്ററിന്റെയും സ്റ്റീൽ ബാൻഡ് ചെയിൻ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 to 16 mm. വിഡ്ത്ത് എന്ന് പറയുന്നത് 12 to 16 mm വിഡ്ത്ത് ആണ് ചെയിന്റെ. അപ്പൊ ഇത്രയാണ് സ്റ്റീൽ ബാൻഡ് ചെയിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഗണ്ടേഴ്സ് ചെയിൻ. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 66 ഫീറ്റ് ആണ്. 66 ഫീറ്റ്. 66 ഫീറ്റ്. 100 ലിങ്ക്സ്. 100 ലിങ്ക്സ് ഉണ്ട്. 66 ഫുട്ട് ലെങ്ത് ഉള്ള ഈ ചെയിന് 100 ലിങ്ക്സ് ഉണ്ട്. ഓരോ ലിങ്കിന്റെയും അളവ് എന്ന് പറയുന്നത് ഈച്ച് ലിങ്ക് 0.66 ഫീറ്റ് ആണ്. ഓരോ ലിങ്കും, ഓരോ ലിങ്കിന്റെയും അളവ് 0.66 ഫീറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം 0.66 into 100 is equal to 66 ഫുട്ട് ലെങ്ത് ഉണ്ടാവും. ഓക്കെ. ഒരു 80 ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുന്നത് ഒരു മൈലാണ്. 10 ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുന്നത് ഒരു ഫർലോങ് ആണ്. 10 സ്ക്വയർ ചെയിൻസ് എന്ന് പറയുന്നത് ഒരു ഏക്കറാണ്. ഇത്രയൊക്കെയാണ് ഗണ്ടേഴ്സ് ചെയിൻ ഉപയോഗിച്ചിട്ടുള്ള മെഷർമെന്റ്. ഫോർത്ത് വൺ റവന്യൂ ചെയിൻ. റവന്യൂ ചെയിൻ. ഫോർത്ത് വൺ റവന്യൂ ചെയിൻ. ഇത് 33 ഫീറ്റ് ലെങ്ത് ആണ് റവന്യൂ ചെയ്യുന്നത്. 33 ഫീറ്റ് ലെങ്ത്. അതില് 2 and 1/16 ഫൂട്ട് ലെങ്ത് ഉള്ള 16 ലിങ്ക്സ് ഉണ്ടാവും. ഏതില്?
revenue chain. Last one, engineers chain. Engineers chain. 100 foot long ആണ് ഇതിന്റെ ലെങ്ത്. 100 foot length of 100 links. 100 foot long of 100 links. അപ്പോ 100 links ഉണ്ട്. അപ്പോ ഒരു ഫുട്ട് ലെങ്ത് ഉള്ള 100 links ചേർന്നതാണ് എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. ഇങ്ങനെ 5 തരത്തിലുള്ള 5 ടൈപ്സ് ചെയിനുകളുണ്ട്. നെക്സ്റ്റ്, ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ഇൻസ്ട്രുമെന്റ്സ് used in chaining. Instruments used in chaining. First one, chain or tie. ഇവിടെ ലെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചെയിൻ അല്ലെങ്കിൽ ടാപ്പ്. സെക്കൻഡ് വൺ, പെഗ്. പെഗ് എന്ന് പറയുന്നത് ഷോർട്ട് പിൻ ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ്, മെറ്റൽ ഓർ പ്ലാസ്റ്റിക്. ഇതൊരു പിന്നാണ്. നമ്മുടെ കുറ്റി എന്ന് പറയാം മലയാളത്തിൽ പറഞ്ഞാല്. നമ്മുടെ വീടിനൊക്കെ തറക്കുന്ന കുറ്റിയില്ലേ, കവുങ്ങൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന, മുളയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇരുമ്പിന്റെ കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന കുറ്റി, അതാണ് പെഗ് എന്ന് പറയുന്നത്. ഇത് നമ്മള് ബൗണ്ടറീസിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സർവേ നടത്തുന്ന സമയത്ത് ബൗണ്ടറീസിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ കുറ്റികളാണ് പെഗ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ആരോസ്. ആരോസ് എന്ന് പറയുന്നത് പെഗ് പോലെ തന്നെയാണ്, പക്ഷെ അതൊരു സ്റ്റീലിന്റെ കമ്പിയാണ്. ഇത് നമ്മൾ ചെയിനിങ് നടത്തുന്ന സമയത്ത് ചെയിനിന്റെ നിശ്ചിത സ്ഥലങ്ങളിൽ ചെയിനിൽ കൂടെ ഇറക്കാൻ വേണ്ടിയിട്ട് അടയാളം വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെഗും ആരോസ് എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചെയിൻ സ്ട്രെച്ച് ചെയിനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ആരോസ് ഇറക്കും. അല്ലെങ്കിൽ ആരോസ് ഉപയോഗിച്ചിട്ട് ഹാർഡ് സർഫസ് ആണെങ്കിൽ ആരോസ് കൊണ്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തും, മാർക്ക് ചെയ്യും. ഇതാണ് ആരോസ് ഉപയോഗിക്കുന്നത്. രണ്ടും ഒരേ ഫംഗ്ഷൻ തന്നെയാണെങ്കിലും ഇത് ചെയിനിൽ ഉള്ളിൽ കൂടെ ഇറങ്ങി പോകുന്ന ടിന്നായിരിക്കും ഇരുമ്പിന്റെ ഈ ആരോസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, പ്ലംബ് ബോബ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മേസൺസിന്റെ കയ്യില് അതേപോലെ തന്നെ ഒരു സ്ട്രിങ്ങിന്റെ മുകളിൽ ഇവിടെ കട്ടിങ് വെക്കും. പ്ലംബ് ബോബ് തരുന്നത് ഇത് നല്ല ബ്രാസിന്റെ ഇരുമ്പിന്റെയോ നല്ല വെയിറ്റ് കൂടിയ കാസാന്റെ ഒക്കെ വെയിറ്റ് കൂടിയ ഒരു സാധനം. അതിന്റെ അടിഭാഗത്ത് എൻ്റെ ഷാർപ്പ് അടിച്ചായിരിക്കും. അങ്ങനെ അതിൽ നിന്നൊരു സ്ട്രിങ് നമ്മള് സ്ട്രിങ് ചെയ്തിട്ട് ഇത് വെർട്ടിക്കൽ ലൈൻ, നമ്മള് വെർട്ടിക്കലിൽ കറക്റ്റ് നമുക്ക് ലൈൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് നല്ല ചെരിവില്ലാതിരിക്കാൻ ലെവലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടെല്ലാം വെർട്ടിക്കൽ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലംബ് ബോബ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, ranging rods. Fifth one, ranging rods. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നീളുള്ളൊരു വടി, നീളുള്ളൊരു സ്റ്റിക്ക്. ആ സ്റ്റിക്കിൽ ഇങ്ങനെ കളറൊക്കെ അടിച്ചിട്ടുണ്ടാവും, 2 തരം കളറൊക്കെ അടിച്ചിട്ടുള്ള നീളുള്ളൊരു വടിയാണ് ഇങ്ങനെ റേഞ്ചിങ് റോഡ് എന്ന് പറയുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ വട്ടം ഉണ്ടാവും. ഇതാണ് റേഞ്ചിങ് റോഡ് എന്ന് പറയുന്നത്. സ്റ്റേഷൻ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് അവിടെ കൊണ്ടുപോയിട്ട് അമർത്തി വയ്ക്കും. അതുപോലെ തന്നെ ഇത് റേഞ്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. റേഞ്ചിങ് മീൻസ് നമ്മളിപ്പോൾ നേരത്തെ വരച്ച ലൈനിൽ ഇപ്പോൾ ഈ പ്ലോട്ടിൽ ചെയിൻ വലിച്ചു, ചെയിൻ ഇത്രയും എത്തിയിട്ടുള്ളൂ എന്ന് സങ്കല്പിക്കുക. ചെയിൻ അത്രയും 2 സ്റ്റേഷനിലേക്ക് അത്രയ്ക്ക് നിങ്ങളല്ല. ഒരു ഉദാഹരണമാണ്.
നമ്മുടെ ഈ സ്റ്റേഷൻ കണ്ടു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റേഷന്റെ ലൈൻ നേരെ ഇവിടെ റേഞ്ചിങ് റോഡ്, ഇവിടെ ഒരു റേഞ്ചിങ് റോഡ് വെച്ചു, ഇവിടെ റേഞ്ചിങ് റോഡ് വെച്ചു, ഇവിടെ റേഞ്ചിങ് റോഡ് വെച്ചു. അങ്ങനെ 3 റേഞ്ച് ഉണ്ട്. 3 ഒരേ ലൈനിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ഒരേ ലൈനിലിരിക്കണം. അങ്ങനെ റേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഞ്ചിങ് റോഡ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള റേഞ്ചിങ് നടത്തുന്നുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഓഫ്സെറ്റ് കാണുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ക്രോസ് സ്റ്റാഫ് വെക്കും. ഇവിടെ ഓഫ്സെറ്റ് കാണുന്ന സമയത്ത് ഇവിടെ ക്രോസ് സ്റ്റാഫ് വെക്കും. ക്രോസ് സ്റ്റാഫ് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് സ്റ്റാഫിലൂടെ നോക്കിയിട്ട് നമ്മൾ ഇവിടേക്ക് ഓഫ്സെറ്റ് കാണുമെങ്കിൽ ഇവിടെ റേഞ്ചിങ് റോഡ് വെക്കും. ഈ ക്രോസ് സ്റ്റാഫിലൂടെ നേരെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രോസ് സ്റ്റാഫിലൂടെ ക്രോസ് സ്റ്റാഫ് എന്ന് പറഞ്ഞ സാധനത്തിന് ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടാവും. ഈ ചാല് ഇവിടെ ഒരു ചാലുണ്ടാവും. അപ്പൊ അതിലൂടെ ഈ ചാലിലൂടെ ഈ ചെയിനിലേക്ക് ലെവലാക്കി പിടിക്കും. ഒരു ചാല്, ഈ ചാല് ചെയിൻ ലെവലാണെങ്കിൽ ഈ ചെയിനിലൂടെ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് റോഡ് കാണാം, നമ്മുടെ റേഞ്ചിങ് റോഡ് കാണാം. ആ റേഞ്ചിങ് റോഡ് നേരെ ഇതിന് പെർപെൻഡിക്കുലർ ആയി. ഓക്കെ. ബാമ്പു അതുപോലെ തന്നെ ടീക്ക് വുഡ്, പൈൻ വുഡ് ഒക്കെ വെച്ചിട്ടാണ് റേഞ്ചിങ് റോഡ് ഉണ്ടാക്കുന്നത്. ഓഫ്സെറ്റ് റോഡ്, ഓഫ്സെറ്റ് റോഡ്സ്. 7th one, ക്രോസ് സ്റ്റാഫ്. ക്രോസ് സ്റ്റാഫ്, ക്രോസ് സ്റ്റാഫ് ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ക്രോസ് സ്റ്റാഫ് നേരത്തെ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ ഇവിടെ വരച്ച ഈ സെന്ററിൽ വരച്ച ക്രോസ് സ്റ്റാഫ് ഇതേപോലെ ഒരു കട്ട മറ്റിൽ പല ഇതിലുണ്ട്. ക്രോസ് സ്റ്റാഫ് ഇങ്ങനെ ചാല് കിടക്കി പിന്നെ അങ്ങാറ്റ ഒരു ചാലുണ്ടാവും. പരിപാടി ഇതാണ് നമ്മൾ ഓഫ്സെറ്റ്. പെർപെൻഡിക്കുലർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുക. പെർപെൻഡിക്കുലർ 90 ഡിഗ്രി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഓഫ്സെറ്റ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചെയിനില് നേരത്തെ പറഞ്ഞു ഒരു ലൈനില് ചെയിനിൽ നോക്കിയിട്ട് ചെയിൻ ലൈനാണ് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ അവിടുന്ന് ഇതിലൂടെ നോക്കിയിട്ട് അതിൻ്റെ 90 ഡിഗ്രി ഓഫ്സെറ്റ് കണ്ടുപിടിക്കും. അതിന് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ചെയിൻ സർവേയിൽ ഉപയോഗിക്കുന്ന ഉപകരണം.